അസൗകര്യങ്ങളിൽ ശ്വാസം മുട്ടി പത്തനംതിട്ട കടമ്പനിട്ട കല്ലേലി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. നിലവിൽ ആശുപത്രി പ്രവർത്തിക്കുന്ന കെട്ടിടം കാലപ്പഴക്കം കാരണം അപകടാവസ്ഥയിലാണ്. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ മുടങ്ങിയിട്ടും നാളുകളായി. ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് മതിയായ പരിചരണം ലഭിക്കുന്നില്ലെന്നും പരാതികൾ വരുന്നു. ജനപ്രതിനിധികളും ഈ വിഷയത്തിൽ ഇടപെടാതെ മൗനം തുടരുമ്പോൾ ജനരോഷം ശക്തമാണ്. 1955 പത്തനംതിട്ട നാരങ്ങാനം പഞ്ചായത്തിലെ കടമ്പനിട്ട കല്ലേലി പ്രാഥമികാരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. 1989 വരെ കിടത്തി ചികിത്സയും മറ്റ് സൗകര്യങ്ങളും പോസ്റ്റ്മോർട്ടവും വരെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതല്ല അവസ്ഥ. കെട്ടിടങ്ങളിൽ ഒന്ന് കാലപ്പഴക്കം ചെന്ന് അപകടാവസ്ഥയിലാണ്. നിലവിലുള്ള കെട്ടിടത്തിൽ ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പരിമിതികൾ പലതാണ്. ഇവിടുത്തെ രോഗികളുടെ ബാഹുല്യ നിമിത്തം മറ്റ് സൗകര്യങ്ങളുടെ അപര്യാപ്തത വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ബിൽഡിങ്ങിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന OPയും ഫാർമസിയും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളെല്ലാം പഴയ ബിൽഡിങ്ങിലേക്ക് മാറ്റി. ഇപ്പോൾ പഴയ ബിൽഡിങ്ങിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത അവസ്ഥ, അതോടൊപ്പം തന്നെ കാലപ്പഴക്കം മൂലം ചോർന്നൊലിക്കുന്ന ഒരവസ്ഥയുമാണ്. ഈ ആശുപത്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ സ്ഥലപരിമിതി മൂലം താളം തെറ്റിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പുതിയ ബിൽഡിംഗ് പണി പൂർത്തിയാക്കി സൗകര്യങ്ങളെല്ലാം ഒരുക്കുക എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യം. പുതിയ കെട്ടിടം പണിയാൻ കരാറെടുത്ത് കരാറുകാരൻ പഴയത് പൊളിച്ചു നീക്കി. പക്ഷേ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയില്ല. കരാർ ഉറപ്പിച്ചതിനേക്കാൾ 10% തുക അധികം വേണമെന്ന് കരാറുകാരൻ ആവശ്യപ്പെട്ടതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു ഹോസ്പിറ്റലാണ്. ഇപ്പോൾ സ്ഥലപരിമിതിയുടെ ബുദ്ധിമുട്ട് കാരണം ഈ വർദ്ധിച്ചു വരുന്ന പനി അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ കാരണം വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ പുതിയ ബിൽഡിംഗ് പണിയാനും സാധിച്ചിട്ടില്ല, പൊളിച്ചു കളയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് സർക്കാർ സംവിധാനത്തോടും നമ്മുടെ സിസ്റ്റത്തിനോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. അബിൻ വർക്കി MLAയും ആരോഗ്യമന്ത്രിയും ഈ കാര്യം ധരിപ്പിക്കും. 8 മാസം മുമ്പ് ഇലക്ഷൻ മുന്നിൽ കണ്ട് നടത്തിയ ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിട്ടാണ് ഇപ്പോൾ ജനങ്ങളും ഇതിനെ വിലയിരുത്തുന്നത്. പ്രതിദിനം 200ഓളം രോഗികൾ OPയിലെത്തുന്ന ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും കൃത്യമായ ചികിത്സ ഉറപ്പാക്കാൻ ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.